ഹലോ. നീതുവാണ്. നീതുവാണ്. ചൂരമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാനോ സാറ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചൂരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. വീട്ടിലുണ്ട് വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ മാത്രം 9 പേരെയാണ് ഈ ഇടവകയ്ക്ക് നഷ്ടമായത്. കേരളത്തിൻ്റെ മുഴുവൻ നോവായി മാറിയ നീതു ജോജോ അടക്കം 7 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൻ്റെ സെമിത്തേരിയിൽ സംസ്കരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഒരു കുടുംബത്തിലെ 2 പേരെക്കുറിച്ച്, ഒരു ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും, അവർ 2 പേരെക്കുറിച്ച് യാതൊരു സൂചനകളും ഈ 12 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. വിതുമ്പിക്കൊണ്ട് മാത്രമേ ആർക്കും ഇവിടെ നിന്ന് ആ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ ഓർത്തെടുക്കാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനകൾക്കായി ജോജോയുടെ കുടുംബാംഗങ്ങൾ അടക്കം ഇന്ന് ഈ ഖബറിടത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച വീണ്ടും കുർബാന നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ ഖബറിടം അവർ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. നീതുവിനോട് അവർക്ക് കൊതി തീരാത്ത സ്നേഹമുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു. അകാലത്തിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ എല്ലാ വേദനയും ഉള്ളിലൊതുക്കിക്കൊണ്ട് ആത്മാവിന് നിത്യശാന്തി ചേർന്ന് ഈ പ്രാർത്ഥനകളും മറ്റ് കർമ്മങ്ങളുമൊക്കെ നടത്തുകയാണ് കുടുംബാംഗങ്ങളും. സ്വാഭാവികമായി ഈ ഒരു വലിയ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയ്ക്കിടയിലും നീതു എത്രമാത്രം പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചിരുന്നു, നീതുവിനെ എത്രമാത്രം പ്രിയപ്പെട്ടവർ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഖബറിടത്തിലും നീതുവിനോട് കുടുംബാംഗങ്ങളടക്കം കാണിക്കുന്ന ഈ സ്നേഹവും കരുതലുമൊക്കെ. നീതുവിൻ്റെ ഭർത്തൃപിതാവാണ് ജോസഫ്. അദ്ദേഹവുമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം വേദനപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കടക്കം വലിയ പരിക്കേറ്റിരുന്നു ഈ ദുരന്തത്തിൽ. ആ ഒരു മാനസികമായ വ്യഥയിൽ നിന്ന് കുടുംബാംഗങ്ങൾ ആരും ഇതുവരെയും മോചിതരാകുകയും ചെയ്തിട്ടില്ല. ശ്രീ ജെയിംസ്, നിങ്ങൾ ജോജോയുടെ ബന്ധുവാണല്ലേ? അതെ. നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്? പാലവയലും പടിക്ക് അപ്പുറം കപ്പംകൊല്ലി. ഇവിടെയാണോ? ഇടവക ഇതാണോ? എൻ്റെ ഇടവക ഇതല്ല, ചേട്ടൻ്റെ ഇടവക. മോൻ, ജോജോയുടെ മോൻ എൻ്റെ കൂടെ ഉണ്ട്. വീട്ടിലാണല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയോ? ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും എന്തായാലും നല്ലോണം. സ്വാഭാവികമായി ആ ഒരു പ്രയാസം, ദുഃഖം അതൊക്കെ അവരുടെ വാക്കുകളിൽ നിറയുന്നുണ്ട്. കാരണം അത്രമാത്രം വാക്കുകൾക്ക് അതീതമാണ് ആ വേദന. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്ന ഓരോ ആളുകളും കണ്ണ് തുറച്ചുകൊണ്ട് ഈ സെമിത്തേരിയിൽ നിന്ന് തിരികെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതും. അത്രമാത്രം തങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ദേവാലയത്തിൻ്റെ എല്ലാമായിരുന്ന നീതുവിനൊപ്പമുണ്ടായിരുന്ന മറ്റ് അയൽവാസികൾ കൂടിയായ 7 പേർ, അവരെയാണ് അവർക്ക് നഷ്ടമായത്. ആ വേദനയെല്ലാം ഉണ്ട് അവരുടെ വാക്കുകളിൽ. ഈ കത്തുന്ന തിരുനാളങ്ങൾക്കൊപ്പം മനസ്സിലും തീയാളുകയാണ് ഓരോരുത്തരുടെയും. അത് കൃത്യമായും വ്യക്തമാണ് ഈ വേദനപ്പെടുത്തുന്ന കാഴ്ചകളിൽ. അത്രമാത്രം വേദന ഉളവാക്കുന്ന ഒരു ദുഃഖം തന്നെയാണ്, ദുരന്തം തന്നെയാണ് ഉണ്ടായത്. ആ ദുരന്തത്തിൽ നിന്ന് അവർ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നത് തന്നെയാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ വ്യക്തമാക്കുന്നതും. ജോസഫ് ഏട്ടനും കൂടെ എന്നോടൊപ്പം ചേരുന്നു. ജോസഫ് ഏട്ട, ഇത്രയും ദിവസം കഴിയുന്നു, ചേച്ചി എങ്ങനെ ഓർക്കുന്നു? ഓക്കെ, അദ്ദേഹം ഒന്നും പറയുന്നില്ല, പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല. അത്രമാത്രം കണ്ണീരുണ്ടുള്ളിൽ. അത് നേരത്തെയൊക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ വലിയ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഈ കുടുംബാംഗങ്ങളൊക്കെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രാർത്ഥനയുടെ രൂപത്തിൽ ദേവാലയത്തിലെത്തിയും സെമിത്തേരിയിലെത്തിയും അർപ്പിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.